നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകര സെന്റ് ജോസഫ് പള്ളിയിലും ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. SSLC പരീക്ഷ ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ ഒന്നാം ഭാഷയുടെ പരീക്ഷയാണ് നടന്നത്. പുതുക്കാട് കോൺഗ്രസ് നേതൃത്വം KPCC DCC നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്നതായി ആരോപണം DCC സെക്രട്ടറിമാരുടേത്. അളഗപ്പനഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ് എന്ന ബോർഡാണ് മാറ്റിയത്. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റാർസ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ആലത്തൂർ ALP സ്കൂളിലെ കമാൻഡോ കിഡ്സ് പദ്ധതിക്ക് സംസ്ഥാനതല അംഗീകാരം ലഭിച്ചതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര സെന്റ് ജോസഫ് പള്ളിയിലും ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഓഫീസിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പണം നഷ്ടപ്പെട്ടു. അലമാരിയുടെ പൂട്ട് തുറക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. മതബോധന മുറിയിലേക്ക് മോഷ്ടാവ് കയറി. മുഖംമൂടി ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയതെന്ന് നിരീക്ഷണ ക്യാമറയിൽ നിന്നും വ്യക്തമായി. കൂടുതൽ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സമീപത്തെ ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു. സ്കൂളിൻ്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ഓഫീസ് റൂം കുത്തി തുറന്നിട്ടുണ്ട്. വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. രണ്ടിടങ്ങളിലും ഒരാൾ തന്നെയാണ് മോഷണം നടത്തിയെന്നാണ് കരുതുന്നത്. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. അതിനിടെ തിങ്കളാഴ്ച രാവിലെ പെരുമ്പാവൂരിൽ മോഷണത്തിന് അറസ്റ്റിലായ ആൾ തന്നെയാണ് കൊടകരയിൽ മോഷണം നടത്തിയതെന്ന് സൂചനയുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ആണ് ഇപ്രകാരം പള്ളിയുടെ ഓഫീസ് പൊളിഞ്ഞു കിടക്കുന്നതായിട്ട്, വാതിൽ തുറന്നു കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ആരോ ബലം പ്രയോഗിച്ച് തുറന്നതായിട്ടാണ് മനസ്സിലായത്. അങ്ങനെ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തി ഇതിൽ നടന്നു വരുന്നതും ഇതിൻ്റെ പൊളിക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിനു മുമ്പായിട്ട് ഈ വ്യക്തി സ്കൂളിൻ്റെ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് അവിടെയും SSLC പരീക്ഷ ആരംഭിച്ചു. തിങ്കളാഴ്ച ഒന്നാം ഭാഷയുടെ പരീക്ഷയാണ് നടന്നത്. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് പരീക്ഷ നടന്നത്. ജില്ലയിൽ 264 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 35,802 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഇതിൽ 18,230 ആൺകുട്ടികളും 17,572 പെൺകുട്ടികളുമുണ്ട്. 45 ക്ലസ്റ്ററുകളിലായാണ് പരീക്ഷ. തൃശൂർ, കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ സ്കൂളുകളിലും പരീക്ഷ നടക്കുന്നുണ്ട്. 2 ഭദ്രവിദ്യാലയങ്ങളിലെ 8 കുട്ടികൾ പരീക്ഷ എഴുതുന്നു. കേരള കലാമണ്ഡലത്തിൽ 60 പേരാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. 25-ന് പരീക്ഷ അവസാനിക്കും. പുതുക്കാട് കോൺഗ്രസ് നേതൃത്വം KPCC DCC നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്നതായി DCC സെക്രട്ടറിമാർ. AICC പ്രസിഡന്റ് വിതരണം ചെയ്ത ID കാർഡുള്ള ബൂത്ത് പ്രസിഡന്റുമാരെ അംഗീകരിക്കില്ലെന്ന മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നടപടിക്കെതിരെയാണ് DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ തുടങ്ങിയ നേതാക്കൾ രംഗത്തെത്തിയത്. DCC നിർദ്ദേശപ്രകാരം പ്രത്യേക യോഗം ചേർന്ന് തിരഞ്ഞെടുത്ത ബൂത്ത് പ്രസിഡന്റുമാരെ മണ്ഡലം കമ്മിറ്റി ഏകപക്ഷീയമായി മാറ്റി പുതിയവരെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും DCC സെക്രട്ടറിമാർ ആരോപിച്ചു. LDFനെ അനുകൂലിക്കുന്ന നിലപാടാണ് കാലാകാലങ്ങളിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KM ബാബുരാജും കൂട്ടരും സ്വീകരിച്ചു പോരുന്നതെന്നും DCC ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. മുൻ ബിസിനസ്സുകാരനായ കോൺഗ്രസ് നേതാവിനെ അരി ഗോതമ്പ് കള്ളക്കടത്ത് കേസിൽ സഹായിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന CPI നേതാക്കളാണ്. അതിന് പ്രത്യുപകാരമായി ഇത്തവണ CPI സ്ഥാനാർത്ഥിയെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനാണ് ബൂത്ത് പ്രസിഡന്റുമാരെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇക്കൂട്ടർ മുതിരുന്നതെന്നും DCC സെക്രട്ടറിമാർ ആരോപിച്ചു. നവകേരള സദസ്സിന് UDF ഭരിക്കുന്ന പുതുക്കാട് പഞ്ചായത്ത് തുക നൽകിയതും LDFനെ തൃപ്തിപ്പെടുത്താനാണ്. പ്രവർത്തകരിൽ നിന്നും പിരിച്ച തുക ഉപയോഗിച്ച് സ്ഥലം വാങ്ങി നിർമ്മിച്ച കോൺഗ്രസ് ഓഫീസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KM ബാബുരാജിന്റെ സ്വകാര്യ സ്വത്തായി വെച്ചിരിക്കുകയാണ്. ഇത് പാർട്ടിയുടെ പേരിൽ എഴുതി നൽകാൻ 5 വർഷം മുൻപ് KPCC പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നതാണ്.
തീരുമാനം ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. ചൊവ്വാഴ്ച നടക്കുന്ന സ്നേഹസന്ദേശ യാത്രയുടെ സമാപന സമ്മേളനം വൻ വിജയമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ, DCC അംഗം TD വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സംഭാവന വാങ്ങി ആ സംഭാവന തുക കൊണ്ട് വാങ്ങിച്ച ഓഫീസ് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ KM ബാബുരാജിന്റെ സ്വന്തം പേരിലാണ് അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്തത്. ഈ പണം മുഴുവൻ പാർട്ടി നൽകിയിട്ടും അത് പാർട്ടിയുടെ പേരിലാക്കാനുള്ള സന്നദ്ധത കാണിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ KPCCക്ക് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ KPCCയുടെ വൈസ് പ്രസിഡന്റും ഒരു ജനറൽ സെക്രട്ടറിയും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും കണക്കുകളും മറ്റും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാബുരാജിന് നൽകാനുള്ള മുഴുവൻ പണം പാർട്ടി നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഓഫീസ് അടിയന്തരമായി DCC പ്രസിഡന്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചതാണ്. അപ്പോ അത് KPCCയുടെ വെബ്സൈറ്റിൽ അടിച്ചാൽ ഈ ബൂത്ത് പ്രസിഡന്റുമാര്, ഈ 10 ബൂത്ത് പ്രസിഡന്റുമാര് അതിലുണ്ട്. ഇപ്പൊ ഇവര് ഷോളിട്ട് തീരുമാനിച്ച ആളുകള് ആരുമില്ല. അങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാ നിലനിൽക്കുന്നത്. ഇവിടെ പാർട്ടി ഉണ്ടാവണം, അല്ലാതെ പാർട്ടി വിഭാഗിത ഉണ്ടാക്കാനല്ല ഞങ്ങൾ നോക്കണം. ഞങ്ങൾ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി പ്രതിപക്ഷ നേതാവ് വരുന്ന പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് രംഗത്തുണ്ട്. തൃക്കൂർ പാലക്കപ്പറമ്പിലെ പുറമ്പോക്കിലെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ LDF പ്രവർത്തകർ തൃക്കൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരപരിപാടി CPM ഉള്ളൂർ ഏരിയ സെക്രട്ടറി KP പോൾ ഉദ്ഘാടനം ചെയ്തു. കപിൽ രാജ്, റോസൽ രാജ്, VK സുലൈമാൻ, P ശരത് ചന്ദ്രൻ, TM രാജേഷ്, KK സലീഷ് എന്നിവർ പ്രസംഗിച്ചു. അനധികൃത കെട്ടിട നിർമ്മാണത്തിന് UDF പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ചാണ് LDF പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അളഗപ്പ നഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. വിദ്യാർത്ഥികളും നേതാക്കളും പോലീസുമായി വാക്കേറ്റം നടന്നു. തിങ്കളാഴ്ച രാവിലെയാണ് ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ് എന്നും കൊന്നതാണ് SFI എന്നും എഴുതിയ ബാനർ പ്രവേശന കവാടത്തിൽ കെട്ടിയിരുന്നത്. കോളേജ് അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ബാനർ അഴിച്ചുമാറ്റുകയായിരുന്നു. ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ വിദ്യാർത്ഥികളും നേതാക്കളും പോലീസുമായി വാക്കേറ്റം നടന്നു. തുടർന്ന് കോളേജ് അധികൃതരും പോലീസും നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയായിരുന്നു. ആരുടെയും ബാനറുകൾ ഇനി മുതൽ കോളേജ് കവാടത്തിന് കുറുകെ സ്ഥാപിക്കാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റാർസ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സ്റ്റാർസ് പദ്ധതിയുടെ 10 ലക്ഷവും മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ 5 ലക്ഷം ഫണ്ടും കൂടി വകയിരുത്തിക്കൊണ്ട് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് GUPSന്റെ മോഡൽ പ്രീ പ്രൈമറി വിഭാഗത്തിന് വർണ്ണക്കൂടാരം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് മുഖ്യ അതിഥിയായി, പ്രധാന അധ്യാപിക ഷൈബി ജോൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈബി സജി, KS ബിജു, ചിത്ര സുരാജ്, സീനിയർ അധ്യാപിക PM ദീപ എന്നിവർ പ്രസംഗിച്ചു. ആലത്തൂർ ALP സ്കൂളിലെ കമാൻഡോ കിഡ്സ് പദ്ധതിക്ക് സംസ്ഥാനതല അംഗീകാരം ലഭിച്ചതായി സ്കൂൾ അധികൃതർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും SCRT സംഘം സ്കൂളിൽ സന്ദർശനം നടത്തിയിരുന്നു. വിലയിരുത്തലുകൾക്ക് ശേഷം 2 പ്രൈമറി വിദ്യാലയങ്ങളെയും 1 ഹൈസ്കൂളിനെയും സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുത്തിരുന്നു. അതിലൊന്ന് ആലത്തൂർ ALP സ്കൂളായിരുന്നു. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സ്കൂളിന് പ്രോജക്റ്റ് അവതരണത്തിനുള്ള അവസരം ലഭിച്ചിരുന്നതായും കമാൻഡോ കിഡ്സ് പദ്ധതിക്ക് ചർച്ചയിൽ മികച്ച അഭിപ്രായമാണ് ലഭിച്ചതെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ NS സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് PS സുനിൽ, അധ്യാപകരായ PM ജിൻസ, CG അനൂപ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സ്കൂളില് കോവിഡിന് മുമ്പ് നമ്മളൊരു സംഗതി ആരംഭിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൽ ആൻഡ് ടാലന്റ് അക്വിസിഷൻ ട്രെയിനിങ് പ്രോഗ്രാം. യുനെസ്കോ പറയുന്ന 10 സ്കില്ലുകൾ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക. യുനെസ്കോ അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാർക്ക് ധാരാളം ഉണ്ട്, പക്ഷെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള സ്കില്ല് ഉണ്ടാവണം, ഏതൊക്കെ കഴിവുണ്ടാവണം എന്ന് തീരുമാനിച്ചു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതിനുശേഷം
തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മളെ നൈറ്റ് PTFM നമുക്കറിയാം രക്ഷിതാക്കളെ ഇത് ബോധവാന്മാരാക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് പിള്ളേർ അതിൻ്റെ മുകളിൽ കയറാൻ ഒരു റൈഡ് പോലെ നമ്മൾ കമാൻഡൊക്കെ സ്കിൽ പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാനും പിന്നെ അവർക്ക് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് രക്ഷിതാക്കളുടെ അതായത് ഈ 16 ജില്ലകളിൽ നിന്ന് വളരെ ക്രീമായിട്ടുള്ള വിദ്യാലയങ്ങളാണ് പങ്കെടുത്തത്. അത് പ്രൈമറി വിദ്യാലയങ്ങൾ, അതായത് 1 മുതൽ 7 വരെയുള്ള വിദ്യാലയങ്ങൾക്ക് ഒരു സെഷനും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വേറെ സെഷനായിരുന്നു. ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 2 വിദ്യാലയങ്ങളാണ് പ്രൈമറി തെരഞ്ഞെടുത്തത്. അതിലൊന്നാണ് നമ്മുടെ വിദ്യാലയം. അപ്പോൾ വളരെ വലിയ അനുഭവമായിരുന്നു. മാത്രമല്ല ഇത്തരം ഒരു പദ്ധതിയുമായി അവിടെ 16 ജില്ലകളിൽ നിന്ന് വന്ന 28 സ്കൂളുകളിൽ ഈ ടൈപ്പ് പദ്ധതി ആരും ഉണ്ടായിരുന്നില്ല. കാരണം ലൈഫ് സ്കില്ല് നമ്മൾ പറയുന്ന ലൈഫ് സ്കില്ല് നമുക്ക് നൽകിയിരുന്നത് നമ്മുടെ റിട്ടയർഡ് സർവീസ് ചിന്താസാധാരണ മേൽനോട്ടത്തിലാണ് നമുക്ക് കായിക പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകിയിരുന്നത്. പക്ഷെ അത് പട്ടാള ചിട്ടയിലൊന്നല്ല, കുട്ടികൾക്ക് കുട്ടിത്വത്തോടുകൂടി അവർക്ക് സ്വതന്ത്രമായിട്ട് അവർക്ക് പെരുമാറിക്കൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ പരിശീലനങ്ങളും നമ്മൾ കുട്ടികൾക്ക് നൽകിയത്. തെരുവുവിളക്ക് ടെൻഡർ നടപടിയിൽ അഴിമതി ആരോപിച്ച് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പ്രതിപക്ഷ നേതാവ് CP സജീവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ സുമ ഷാജു, അനൂപ് മാത്യു, ഹിമാദാസൻ, ഫിലോമിന ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പ്രതിപക്ഷാംഗങ്ങൾ ചേർന്ന് പരാതി നൽകി. അതേസമയം LDF അംഗങ്ങളുടെ വാദം വസ്തുതാ വിരുദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ തുകയ്ക്കും കൃത്യമായ നടപടികൾ പാലിച്ചുമാണ് ടെൻഡർ ചെയ്ത് കരാർ ഉറപ്പിച്ചത്. വസ്തുതകൾ പരിശോധിക്കാതെയാണ് LDFന്റെ സമരമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ഈ കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ജനറൽ കമ്മിറ്റിയിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 15 വാർഡ് വരെയുള്ള എല്ലാ വഴിവിളക്കുകളുടെയും പരിപാലനത്തെ സംബന്ധിച്ചൊരു ടെൻഡർ നടപടി സ്വീകരിക്കുകയുണ്ടായി. ആ ടെൻഡർ നടപടിയിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് വെച്ച ഒരു കമ്പനിക്കാണ് ഈ വഴിവിളക്കിൻ്റെ പരിപാലനത്തിൻ്റെ ടെൻഡർ ഉറപ്പിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ജനറൽ കമ്മിറ്റിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും പഞ്ചായത്ത് മെമ്പർമാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വെച്ച ആ കമ്പനിക്ക് അതിന് വഴിവിളക്കിൻ്റെ പരിപാലനം ടെൻഡർ ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തും MGNRGSും സംയുക്തമായി നിർമ്മിച്ച ആലത്തൂർ തുരുത്തുംപറമ്പ് പൊതുകിണർ നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ബ്ലോക്ക് അംഗം കവിത സുനിൽ, മുൻ പഞ്ചായത്ത് അംഗം TR ലാലു, വാർഡംഗം A രാജീവ്, MGNRGS ഉദ്യോഗസ്ഥ അശ്വതി എന്നിവർ സന്നിഹിതരായിരുന്നു. വേനൽ ചൂടിൽ വലയുന്നവർക്കായി കുണ്ടുക്കാവ് ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സംഭാര വിതരണം. കുണ്ടുകാവ് ക്ഷേത്ര പരിസരത്താണ് സംഭാര വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ക്ഷേത്രം പ്രസിഡന്റ് C മുരളി, സെക്രട്ടറി കലാസാഗരൻ, വൈസ് പ്രസിഡന്റ് സജീവ് കരിപ്പേരി, ജോയിന്റ് സെക്രട്ടറി രതീഷ് പറങ്ങോടത്ത്, വനിതാ സമാജം പ്രസിഡന്റ് ശോഭന കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടക്കുന്നത്. വിഷു വരെ സംഭാര വിതരണം ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. KPMS കൊടകര ഏരിയ യൂണിയന്റെ 36ാമത് വാർഷിക സമ്മേളനം ആമ്പല്ലൂരിൽ നടന്നു. KPMS ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷനായി. സംസ്ഥാന ഖജാൻജി CA ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹിക പ്രവർത്തകനും അട്ടപ്പാടി മധു സമരസമിതി ചെയർമാനുമായ VM മാഴ്സൺ, നീതി സിനിമയുടെ തിരക്കഥാകൃത്ത് ബാബു അത്താണി, ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് വിജയി ബിജിത വേണു എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി KU രതീപ്, ഖജാൻജി AK സാജു, PK സുബ്രൻ, PC വേലായുധൻ, PV ഉമേഷ്, PP ശശിധരൻ, NV ശിവദാസൻ, CV ബാബു, KV ജനാർദ്ദനൻ, TK ഷാജു എന്നിവർ പ്രസംഗിച്ചു. PS സതീഷിനെ പ്രസിഡന്റായും KU രതീപ് സെക്രട്ടറിയായും TK രാജു ഖജാൻജിയായും നേതൃത്വം വഹിക്കുന്ന പുതിയ 15-അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അളഗപ്പ് നഗർ പഞ്ചായത്ത് 9ാം വാർഡിലെ കുന്നത്തുപ്പാടം വഴിയുടെ നിർമ്മാണോദ്ഘാടനം TN പ്രതാപൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, ജോജോ പിണ്ടിയാൻ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, CDS അംഗം സ്വപ്ന ഷാജു, ADS ഷൈനി പ്രിയൻ, MP വർഗീസ്, വിനയൻ പണിക്കവളപ്പിൽ,
ടിജോ MJ ജോൺസൺ, KV ഷാജി, വിജയൻ, വിശാൽ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. MP-യുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. മട്ടത്തൂർ പഞ്ചായത്തിന്റെയും ICICI ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ നൽകിയ തേനീച്ച പരിശീലനം ലഭിച്ച കർഷകർ ആദ്യ വിളവ് നടത്തി. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം KS സൂരജ് അധ്യക്ഷത വഹിച്ചു. ICICI ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ഓഫീസർ വൃന്ദ ദാസ്, ശശി ആര്യാടൻ എന്നിവർ പ്രസംഗിച്ചു. ദേശീയപാത ആമ്പല്ലൂർ മണലി വടക്കുമുറി റോഡിലെ പഴയ ഓട്ടുകമ്പനി പരിസരത്തെ പുല്ലിന് തീപിടിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു സംഭവം. പുല്ലുകൾ ഉണങ്ങി നിന്നതിനാൽ തീ അതിവേഗം പടർന്നു. പരിസരത്ത് പുക നിറഞ്ഞു. പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. വരാക്കര കാളക്കല്ലിൽ വീട്ടുമുറ്റത്ത് നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. കാളക്കല്ല് പൂത്തുകാരൻ വീട്ടിൽ സിജോയുടെ വീട്ടുമുറ്റത്തു നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഞായർ രാത്രി 10 മണിക്കായിരുന്നു സംഭവം. വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. ശബ്ദം കേട്ടപ്പോൾ വീട്ടിലെ വിറകുപുരയിലേക്ക് പാമ്പ് കയറിക്കൂടി. തുടർന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിലെ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. 6 അടിയോളം നീളമുള്ള പാമ്പിനെ ഉൾക്കാട്ടിലേക്ക് അയച്ചു. ഈ അധ്യയന വർഷത്തിൽ കുട്ടികൾ ചെയ്ത പഠന പ്രവർത്തനങ്ങളുടെ പ്രദർശന വേദിയായി മുപ്ലിം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനോത്സവം. വർണ്ണാഭമായ പരിപാടികൾ ഒരുക്കിയാണ് പഠനോത്സവം ആഘോഷമാക്കിയത്. പരിപാടി പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദീപ് ചുള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. OSA ചെയർമാൻ KN ജയപ്രകാശ്, MPTA പ്രസിഡന്റ് റീന റെക്സിൻ, പ്രിൻസിപ്പൽ PP ടെസി, LP വിഭാഗം സീനിയർ അധ്യാപിക NP ജ്യോതി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കൊയ്ത്തുപാട്ട്, ഗണിത പ്രാർത്ഥന, മോണോ ആക്ട്, കവിത, നാടകം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ആംഗ്യപ്പാട്ട്, കഥ പറച്ചിൽ, നൃത്തശില്പം, പദ്യം ചൊല്ലൽ എന്നീ പരിപാടികളിലൂടെ കുട്ടികൾ പഠനത്തെ ഉത്സവമാക്കി. മുകുന്ദപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രതിനിധി സഭയിലേക്കുള്ള പുതിയ അംഗങ്ങൾക്കായുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. K അജിത് കുമാർ, KB ശ്രീധരൻ, S ഹരീഷ് കുമാർ എന്നിവർ വിജയിച്ചു. ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും മാർച്ച് 8-ന് വെള്ളിയാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതമെടുത്തുവരുന്ന എല്ലാ ഭക്തർക്കും മഹാദേവന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് പൂജാരി ഇല്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താവുന്ന സമൂഹ അഭിഷേകം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാകും. അന്നേ ദിവസം രാവിലെ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അലങ്കാര പൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവയും പിറ്റേന്ന് പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവവും ബലിതർപ്പണവും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 3:30 മുതൽ 9 വരെ ബലിയിടൽ കർമ്മത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:30-ന് സഹസ്ര കുംഭാഭിഷേകം, ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും ഉണ്ടാകും. തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം നിർമ്മാണ ഉദ്ഘാടനവും ചൊവ്വാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറുടെ ഒരു ഒഴിവുണ്ട്. അടിസ്ഥാന യോഗ്യത GNM നഴ്സിംഗ്. പ്രായപരിധി 40 വയസ്സിന് താഴെ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 11-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷത്തെ കാലാവധിയുള്ള റിസർച്ച് അസോസിയേറ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MSc ബോട്ടണി, ബയോടെക്നോളജി എന്നിവയിൽ 1-ാം ക്ലാസ് ബിരുദാനന്തര ബിരുദം. ക്വാളിറ്റി പ്ലാനിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ, പ്രൊപ്പഗേഷൻ ടെക്നിക് ഓഫ് റെഡ്, മെഡിസിനൽ പ്ലാന്റ്സ് എന്നിവയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അഭികാമ്യമാണ്. താല്പര്യമുള്ളവർ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ PG ഓഫീസിൽ നടത്തുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kfri.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0477-269-0100. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ.
ചെങ്ങാലൂർ സ്നേഹപുരം തരകൻ ഐനിക്കൽ ആന്റണി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരിയാണ് ഭാര്യ. റിൻഡി, ആരി എന്നിവർ മക്കളും. ജോജു നായങ്കര, പരേതനായ ജോസ് വടക്കേത്തല എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകര സെന്റ് ജോസഫ് പള്ളിയിലും ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. SSLC പരീക്ഷ ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ 1ാം ഭാഷയുടെ പരീക്ഷയാണ് നടന്നത്. പുതുക്കാട് കോൺഗ്രസ് നേതൃത്വം KPCC DCC നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്നതായി ആരോപണം. DCC സെക്രട്ടറിമാരുടേത്. അളഗപ്പ നഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ് എന്ന ബോർഡാണ് മാറ്റിയത്. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റാർസ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ആലത്തൂർ ALP സ്കൂളിലെ കമാൻഡോ കിഡ്സ് പദ്ധതിക്ക് സംസ്ഥാനതല അംഗീകാരം ലഭിച്ചതായി സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.